കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ഒന്നടങ്കം നാണക്കേടിന്റെ കയത്തിലേക്ക് തള്ളിയിട്ട് ലൈംഗിക പീഡന വിവാദത്തിൽ മുഖ്യപ്രതിയായ ക്രിക്കറ്റ് കോച്ച് ശ്രീവരാഹം മനുവിനെ ഒടുവിൽ നിയമത്തിന് മുന്നിൽ മുട്ടുകുത്തിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 16 വർഷം കഠിന തടവും 24,000 രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. സ്വാധീനവും പണക്കൊഴുപ്പുമുള്ള ക്രിക്കറ്റ് ലോകത്തെ ഈ കാട്ടാളനെ അഴികൾക്കുള്ളിലാക്കാൻ പ്രോസിക്യൂഷന് വേണ്ടി വീറോടെ വാദിച്ചത് പടിഞ്ഞാറേക്കോട്ടയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് RS വിജയമോഹനാണ്. മോഹൻലാലിന്റെ പ്രശസ്തമായ വക്കീൽ ചിത്രം നേര് പുറത്തിറങ്ങിയപ്പോൾ തിരുവനന്തപുരത്തുകാർക്കിടയിൽ വിജയമോഹനുമായി ബന്ധപ്പെടുത്തി വലിയ താരതമ്യങ്ങൾ എത്തിയിരുന്നു. നേരും നെറിയുമുള്ള പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്ന ആ സിനിമാ കഥാപാത്രത്തെ പോലെ കോടികൾ മറയുന്ന ക്രിക്കറ്റ് സാമ്രാജ്യത്തിന്റെ പണക്കൊഴുപ്പിന് മുന്നിലും സ്വാധീനങ്ങൾക്ക് മുന്നിലും തളരാതെയാണ് വിജയമോഹൻ ഈ കേസിൽ ഇരയായ പെൺകുട്ടികൾക്കായി കോടതിയിൽ പോരാടിയത്. വിജയമോഹന്റെ വീടിന് തൊട്ടടുത്താണ് മനുവിന്റെ ശ്രീവരാഹം. അതൊന്നും കേസ് വാദത്തിൽ ഈ വക്കീലിനെ സ്വാധീനിച്ചില്ല. SFI DYFI രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് സജീവമായ വിജയമോഹൻ ഒരിക്കൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫോർട്ട് വാർഡിൽ സ്വതന്ത്രനായി ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചിരുന്നു. ആ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തന്റെ കരിയർ പൂർണ്ണമായും അഭിഭാഷക വൃത്തിക്കായി മാറ്റിവെച്ചു. ഇന്ന് പോക്സോ പീഡന കേസുകൾ വന്നാൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ വീറോടെ വാദിക്കുന്ന നിരവധി കേസുകളിൽ വിജയം നേടിയ പ്രഗത്ഭനായ വക്കീലാണ് അദ്ദേഹം. ഈ കേസിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് പിന്നിലെ പ്രധാന ശക്തിയും ഈ വിജയമോഹൻ തന്നെയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇരയായ പെൺകുട്ടി ക്രിക്കറ്റ് പരിശീലനത്തിനായി തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിക്കറ്റ് കോച്ചിംഗ് സ്ഥാപനത്തിലെത്തിയത്. ആദ്യ കുറച്ചുനാൾ മികച്ച രീതിയിൽ പെരുമാറിയ മനു പിന്നീട് പരിശീലനത്തിനെന്ന വ്യാജേന കുട്ടിയെ ജിമ്മിലേക്ക് കൊണ്ടുപോയാണ് പീഡനത്തിനിരയാക്കിയത്. ഇതിനു പുറമെ നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകാൻ പെൺകുട്ടിയെ നിരന്തരം നിർബന്ധിക്കുകയും ചെയ്തു. വഴങ്ങാത്ത കുട്ടികളോട് ശരിയായ കോച്ചിംഗ് നൽകാതെ പ്രതികാരം തീർക്കുന്നതും ഇയാളുടെ രീതിയായിരുന്നു. ഇതോടെ കരിയർ തകരുമെന്ന ഭീതിയിൽ 2021 ഈ പെൺകുട്ടി മറ്റൊരു കോച്ചിംഗ് സെന്ററിലേക്ക് മാറിപ്പോവുകയായിരുന്നു. 2024 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ വെച്ചാണ് വർഷങ്ങളായി മൂടിവെക്കപ്പെട്ട ഈ കൊടും ക്രൂരത നാടകീയമായി പുറംലോകമറിയുന്നത്. തിരുവനന്തപുരത്ത് കളിക്കാനെത്തിയ താരം വനിതാ കോച്ചിനൊപ്പം ലിഫ്റ്റിൽ പോകുമ്പോൾ അപ്രതീക്ഷിതമായി മനുവും അതിലേക്ക് കയറി. മനുവിനെ കണ്ട നിമിഷം കുട്ടി ഭയം കൊണ്ട് വിറയ്ക്കുകയും വനിതാ കോച്ചിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു. കുട്ടിയുടെ പെരുമാറ്റത്തിൽ കടുത്ത സംശയം തോന്നിയ വനിതാ കോച്ച് മുറിയിലെത്തിയ ശേഷം വിശദമായി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പീഡന വിവരങ്ങൾ പുറത്തുവരുന്നത്. തുടർന്ന് സമാന രീതിയിൽ ഇരയായ മറ്റു കുട്ടികളും പരാതിയുമായി മുന്നോട്ട് വരികയായിരുന്നു. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ വിശ്വസ്തനും ബലവുമെന്ന അഹങ്കാരത്തിലായിരുന്നു മനു കേരള ക്രിക്കറ്റ് രംഗം കീഴടക്കാൻ കൊതിച്ചിറങ്ങിയത്. വൻ രാഷ്ട്രീയ പോലീസ് സ്വാധീനം ഉപയോഗിച്ച് വനിതാ ക്രിക്കറ്റ് താരങ്ങളെയും അസോസിയേഷനിലെ ഉന്നതരെയും ഇയാൾ ഭയപ്പെടുത്തി നിർത്തിയിരുന്നു. 2022 ഇയാൾക്കെതിരെ സമാനമായ കേസ് ഉണ്ടായിരുന്നെങ്കിലും ഉന്നത സ്വാധീനത്തിൽ അത് ഒത്തുതീർപ്പാക്കി ഒതുക്കുകയായിരുന്നു. കളിക്കാൻ അറിയാത്ത കുട്ടികളാണ് കോച്ചിനെതിരെ പരാതിയുമായി വരുന്നതെന്ന തരത്തിൽ മനുവിനെ അനുകൂലിക്കുന്നവർ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും കോടതിക്ക് മുന്നിൽ ആ വാദങ്ങളെല്ലാം പൊളിയുകയായിരുന്നു. പ്രതിക്കെതിരെ ആകെ 6 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 4 കേസുകളുടെ വിചാരണയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ SIമാരായ S ഷെഫീൻ, നിതിൻ നളൻ എന്നിവർ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് RS വിജയമോഹൻ, അഡ്വക്കേറ്റ് സുരഭി, അഡ്വക്കേറ്റ് HA രവിശങ്കർ തമ്പി എന്നിവർ ഹാജരായി 14 സാക്ഷികളെ വിസ്തരിക്കുകയും 25 രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. മുൻപ് തെങ്കാശിയിലെ ആഡംബര സൗകര്യങ്ങൾ ആസ്വദിച്ചു പോന്ന മനുവിന് അഡ്വക്കേറ്റ് വിജയമോഹന്റെ ശക്തമായ വാദമുഖങ്ങൾക്കൊടുവിൽ ഇനി വരും വർഷങ്ങളിൽ ജയിലിന്റെ ഇരുട്ടറകളിൽ കഠിന തടവ് അനുഭവിക്കേണ്ടി വരും.